എന്താ അമ്മൂട്ടി, എന്തിനെ വിളിച്ച് ഊന്നത്? എന്നെ കൊണ്ടുക്കും വയ്യ. നിനക്ക് എന്താ എടുത്ത് കുടിച്ചുകൂടെ അമ്മോ? എന്നെ കൊണ്ട് വയ്യ. നിനക്ക് എന്താ ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കാനേ നേരമുള്ളൂ? ടി വി ആണ് സോഫയിൽ ഇരിക്കുക, ടി വി ആണ് സോഫയിൽ ഇരിക്കുക. ഈ വൈകുന്നേരം വരെ ചിലപ്പോൾ ഈ ഇരുത്ത ഇരിക്കില്ലേ നിനക്ക്? ആ ഇരിക്കും, എനിക്കറിയാം നിന്നെ. പോയി എടുത്ത് കുടിക്കാമായിരുന്നു വേണമെങ്കിൽ. എൻ്റെ കൈ എത്തണം അമ്മു എല്ലായിടത്തും. ഞാൻ പോവാ എൻ്റെ പണിക്ക്. ഫ്രിഡ്ജിലെന്തെങ്കിലുണ്ടോ? ഇതൊക്കെ അതിലൊന്നുമില്ല. ഞാൻ നോക്കാം. ഇന്നലെ പോയി കാണുന്നില്ല, ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ? ഇന്നാൾ വേറെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇവിടെ? എന്താ അമ്മു പരിപാടി? നാരങ്ങ വെള്ളമോ? നിനക്ക് സാധാ വെള്ളം കുടിച്ചുകൂടെ അമ്മു? തണുത്ത വെള്ളമാണ്. നിനക്കല്ലേ ചുമ ഉള്ളത്? ചുമ മാറി രാത്രി ആകുമ്പോൾ ചുമച്ചുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും ഞാൻ നിന്നെ, കേട്ടാ? ആ എന്ത് ചെയ്യാൻ പോവാ നീ ഇപ്പോൾ? എന്നാ നാരങ്ങ വെള്ളം ഉണ്ടാക്ക്, ഞാൻ കാണട്ടെ. ആ അടിക്കാൻ പറ്റില്ല കേട്ടോ, അല്ലാതെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഫസ്റ്റ് നമുക്ക് വേണ്ടത് കത്തിയെടുത്ത് മുറിക്കണം. മുറിച്ചു. മുറിച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. ഒരു ഗ്ലാസ്സിലുള്ളൂ, അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി മതിയേ. നീ എന്താ അമ്മൂട്ടി കാണിക്കണം? സത്യം പറഞ്ഞാല് നാരങ്ങ വെള്ളം കുടിക്കുകയാണോ അതോ നാരങ്ങ തിന്ന് രസിക്കുകയാണോ? അത് ഉടുപ്പിൽ തൂക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇപ്പളെ കൊണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി എന്താ ചെയ്യുന്നേ? തണുത്തവെള്ളം എടുക്കുക. തണുത്തവെള്ളം കഴിക്കാൻ പറ്റാത്തവർക്ക്, കുടിക്കാൻ പറ്റാത്തവർക്ക് ഇല്ലേ സാധാ വെള്ളം എടുക്കാം. എന്നെ പോലെ ചുമയുള്ള കുട്ടികൾക്ക് തണുത്തോളം എടുത്താൽ മതിയല്ലേ? ചുമയുള്ള കുട്ടികൾക്ക് തണുത്തോളം എടുത്താൽ എന്റെ ദൈവമേ, നിന്നെ പോലെ ചുമയുള്ള കുട്ടികൾക്ക് തണുത്തോളം ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് സാധാ വെള്ളം ഉപയോഗിക്കാം. എൻ്റെ അമ്മ. പിന്നെ പറ, പിന്നെ അതിപ്പോ തണുത്ത വെള്ളമല്ലേ നീ എടുക്കുന്നേ? നിനക്കിന്നൊരു വൈകുന്നേരം ചുമ ഉറപ്പാ മോളെ. ആ ഞാൻ പറഞ്ഞ നീ കേട്ടോ, തണുത്ത വെള്ളം ഉപയോഗിക്കണ്ട. ആ നീ എന്നല്ലേ എടുത്തത്? ഞാനാണോ എടുത്തത്? ആ എന്നാ എടുത്ത്
എന്തായാലും കറണ്ട് രാത്രി പോയതല്ലേ, എന്തായാലും വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. ആ സ്പൂൺ ഇട്ടിട്ട് ഇളകിക്കോ, ഇല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇതോ? ആ പഞ്ചസാരന്റെ സ്പൂണാണ്. എന്റെ അമ്മ ഈ പഞ്ചസാരന്റെ പെട്ടിയിൽ 2 സ്പൂണ് കൊണ്ടുവച്ചിരിക്കുന്നു. എന്തിനാണെന്ന് അറിയില്ല. ഓ പിന്നെ ഇതൊന്ന് ഇതിലെടുത്തു, പിന്നെ രണ്ടാമത്തേതാക്കും. ആ ടേസ്റ്റ് വല്ല നോക്കിക്കോട്ടോ, നല്ലതാണോ, വായിൽ വെക്കാൻ പറ്റുമോന്നെങ്കിലും. പഞ്ചസാര ഇല്ലേ? ആ പഞ്ചസാരക്ക് മധുരമൊക്കെ വേണമല്ലോ. എന്താ എന്താ പഞ്ചസാര ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇട്ടോ. കിട്ടുന്നില്ല. ആ എന്നാ 2 സ്പൂണും കൂടി തരാം, എന്നാലേ പഞ്ചസാര ഉണ്ടാവുള്ളൂ. അമ്മൂട്ടിയെ സാധാ വെള്ളം കുടിച്ച് കുടിച്ച് മതിയായിട്ട് അമ്മൂസ് ഇപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളം കലക്കി കുടിക്കുകയാണ്. ആ ഉപ്പ് 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 നാരങ്ങ സോഡ ഇല്ല, അല്ലെങ്കിൽ സോഡയും കൊണ്ട് ഉപ്പ് സോഡ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ നല്ല ചൂട് സമയത്ത് കൂട്ടുകാരെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം അമ്മൂസിപ്പം ഈ നാരങ്ങയുള്ള സമയത്തൊക്കെ ഈ നാരങ്ങ വെള്ളം കലക്കി കുടിക്കലാണ് ഇവിടെ പതിവ്, അല്ലെങ്കിൽ ഉപ്പ് സോഡ കലക്കി കുടിക്കൽ. ഉറുമ്പാ? അവിടെ ഉറുമ്പ്? ആ പഞ്ചസാര ഉറുമ്പ്, അത് അടിപൊളിയായിരിക്കും എന്നാ കുടിക്കാൻ. അത് ഉറുമ്പിനറിയോ ഇത് അമ്മ കുടിക്കാൻ പോകുന്നത് പിന്നെ നാരങ്ങ വെള്ളമാണ്, മാറിക്കാൻ ഉറുമ്പുകൾക്കറിയോ? സാരല്ല, കണ്ണിനെ കഴിച്ചു കിട്ടുമോടി ഉറുമ്പ്, പിന്നെ ഉറുമ്പിനെ കഴിച്ചാൽ ആ കഴിച്ചു കിട്ടും. നീ എന്തായാലും ഫോണൊക്കെ നോക്കുന്ന ആളല്ലേ, അപ്പോൾ കണ്ണിന് നല്ലോണം കാഴ്ച വേണ്ടേ? നിന്റെ കണ്ണൊക്കെ അടിച്ചു പോവും. ആ കുറുമ്പിനെ വേണ്ടി കുടിച്ചോ, സാരില്ല. ആ സത്യാണ്. അപ്പം അമ്മൂസ് ഇതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉറുമ്പും. അത് പഞ്ചസാരയിൽ കഴിഞ്ഞ ദിവസം നിറച്ച് ഉറുമ്പ് കയറി അടയ്ക്കാണ്ട് വെച്ചിട്ടില്ല, ആരോ അടയ്ക്കാണ്ട് വെച്ചതാ. അപ്പം ആ ഉറുമ്പ് അമ്മ അത് അരിക്കാം മോളെ, അരിച്ചിട്ട് ഇടാം. ഇനിയിപ്പം ഞാൻ നോക്കട്ടെ, അരിപ്പെടുത്ത് തരാം, അരിച്ചിട്ട് ഇടാം കേട്ടോ. അമ്മൂസ് ഒരു അരിപ്പൊക്കെ ഇട്ടിട്ട് ഇതാ അരിക്കുന്നുണ്ട്. ആ ഇനിയില്ല ഉറുമ്പ്. പഞ്ചസാര അവിടെ ഇരുന്നോട്ടെ, അത് ഇളക്കണം നല്ലോണം, എന്നാലേ പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇതാവുള്ളൂ, മിക്സ് ആവുള്ളൂ. ഉറുമ്പില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കുടിച്ചോ. ഓ ഇവരൊക്കെ അടുക്കള കയറി എനിക്ക് 100 പണിയാണ്. ഇത് നോക്കിക്കേ, എല്ലാം വാരി വലിച്ച് കുപ്പികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും, എന്നിട്ട് കുപ്പികളെല്ലാം കാലിയാക്കി വെക്കും. ഇതന്നെ അവസ്ഥ. എങ്ങനെയുണ്ട് അമ്മൂട്ടി? അടിപൊളിയാണല്ലേ? ഇങ്ങോട്ട് വന്നു, അപ്പനോട് ഞാൻ പറഞ്ഞു, ഇന്നാളില്ലേ ഇത് എന്താണ് പടക്കം പൊട്ടിക്കണ? പടക്കോ, കമ്പിത്തിരിയോ, പൂക്കുറ്റിയോ, എന്താ നീ ഉദ്ദേശിക്കണേ? ആ വിഷു. എന്റെ ദൈവമേ, എനിക്ക് വയ്യവളെ കൊണ്ട് പടക്കം പൊട്ടിക്കുന്നത് ഏതാണ് ദിവസം? ഇപ്പോഴാണ് അവൾ എന്നോട് പറയുന്നത്. എന്നിട്ട് ഈ പടക്കാണ് ഇവൾ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. മേടിച്ചൊന്നും കൊടുക്കല്ല, കൈനീട്ടം കൊടുക്കല്. ഓ എനിക്ക് വയ്യ എന്റെ തമ്പുരാനേ. എന്നിട്ട് നീ ഒന്ന് പാറാ പൊട്ടത്തി. എന്നിട്ടില്ലേ ഞാൻ പപ്പനോട് പറഞ്ഞു എനിക്ക് മാജിക് വാട്ടർ ബുക്ക് വേണമെന്ന്. അത് പറഞ്ഞ യൂട്യൂബിൽ കുറെ ഇങ്ങനെ
കണ്ടിട്ടുണ്ട്. ഒരു ബുക്ക് ഇതും ആ ബുക്ക് തുറന്നു നോക്കുമ്പോൾ പിക്ചർ ഒന്നും ഇല്ലായിരിക്കും. എന്നിട്ട് അതിനൂടെ ഒരു പെൻസിൽ എഴുതും, ഒരു പെന്നിന് പോലത്തുള്ളത്. അത് ഞങ്ങള് ഊതിയെടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ആ ബുക്കിൽ ഇങ്ങനെ എഴുതി നോക്കുമ്പോ പിക്ചർ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ സാധനം ഞാൻ ഇല്ലേ പപ്പൻ ഫ്ലിപ്കാർട്ടില് എന്റെ പപ്പനോട് പറഞ്ഞു. എന്നിട്ടില്ല എന്റെ പപ്പ ഇല്ല ഓർഡർ ചെയ്തു. എന്നിട്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ആണോ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരുന്ന പറഞ്ഞേ. എനിക്കറിയില്ല. നിന്നെ പറ്റിച്ചതായിരിക്കാനാ സാധ്യത. നീ എന്തായാലും ഓർഡർ ലിസ്റ്റിൽ നോക്കി നോക്ക് ഫ്ലിപ്കാർട്ടില്. പപ്പന്റെ ഫോൺ എടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടോന്ന്. ചിലപ്പോ നിന്നെ പറ്റിച്ചതായിരിക്കും. ആണോ? പപ്പേനെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു ഒരേ ഒരു കുഞ്ഞാടാണ് നമ്മുടെ കുഞ്ഞാട് അല്ലേ? പപ്പ ചിലപ്പോ പറ്റിക്കാലോ. പറ്റിക്കോ? ചിലപ്പൊക്കെ പറ്റിക്കും അല്ലേ? ആ, പപ്പ ഇങ്ങനെ പറ്റിക്കും, പറയാൻ പറ്റില്ല. സാരല്ല, നമുക്ക് നോക്കാം. വൈകുന്നേരം പപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ട് പപ്പയുടെ ഫോൺ അടിച്ച് മാറ്റാം. എന്നിട്ട് ഓർഡർ ലിസ്റ്റിൽ നോക്കാം ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കേട്ടാ? അതിലാണ്. ബൈ നൗ ചെയ്തിട്ടുണ്ടാവും. നിന്റെ മുമ്പ് ഇത് ബൈ നൗ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പപ്പ അത് ക്യാൻസലും ചെയ്തിട്ടുണ്ടാവും. ഇല്ല, നിന്നെ പറ്റിക്കൂലേടി. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു തരാന്ന് പറഞ്ഞാൽ. പിന്നെ 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 നമുക്ക് പുറത്ത് പോകുമ്പോ മേടിക്കാം കേട്ടോ. പിന്നെ കോഴിക്കോട് എന്തായാലും ഉണ്ടാവും. കോഴിക്കോട് നമുക്ക് SM സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് മേടിക്കാം. അവിടെ ഉണ്ടാവും. അവിടെ കിട്ടാത്ത ഒന്നുമില്ല. അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പം നിന്റെ നാരങ്ങ വെള്ളം എന്തായി? കുടിക്കല്ലേ? അപ്പം അമ്മൂസിൻ്റെ ഇന്നത്തെ നാരങ്ങ വെള്ളം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഓക്കേ, ബൈ ബൈ.